ഇപ്പോഴത്തെ ഈ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇനിയും നമുക്ക് വീണ്ടെടുക്കാനാവാത്ത മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ പരമാവധി വീണ്ടെടുക്കുക എന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ആരെങ്കിലും ഇതുപോലെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നതുകൂടി അതിനോടൊപ്പമുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ഘട്ടം ഇത് എത്ര ദിവസം കൂടി തുടരേണ്ടി വരും? അങ്ങനെ ഒരു ധാരണ മന്ത്രിസഭാ ഉപസമിതിക്കോ ഇതിൻ്റെ നേതൃത്വം നൽകുന്ന സൈനികരും അല്ലാത്തവരുമായ വിദഗ്ധരുമായ അവരുടെ സംഘത്തിനോ ഒക്കെ ഉണ്ടോ? ജില്ലാ ഭരണകൂടത്തിനുണ്ടോ? എത്ര ദിവസം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ഘട്ടം തുടരേണ്ടി വരും? മന്ത്രി റിയാസ്. ഇപ്പോൾ നമ്മൾ അത് ആലോചിക്കേണ്ട ഒരു സമയമല്ല. ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ പറഞ്ഞു, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ സയൻറ്റിഫിക്കായി തന്നെ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ റേഷൻ കാർഡ് വഴി ഒരു പരിശോധന നടത്തുന്നു, അതിലൊരു നമ്പർ കണ്ടെത്തിയിട്ടുണ്ട്, അത് ക്രോസ് ചെക്ക് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ആശാ വർക്കർമാരുടെ വെരിഫിക്കേഷൻ ഒരു ഭാഗത്ത് പോകുന്നു. ഇതിന് പുറമേ ഇപ്പോൾ DTPC സംവിധാനം വഴി ടൂറിസ്റ്റുകളുടെ എണ്ണം പരിശോധിക്കുന്നു, അതിഥി തൊഴിലാളികളുടെ എണ്ണം പരിശോധിക്കുന്നു. അങ്ങനെ ഒരു ക്രോസ് ചെക്കിംഗ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സർവേ സംവിധാനം, ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള സംവിധാനം, അതിൻ്റെ പൊതുസ്ഥിതി, ഇങ്ങനെ വേറെയും സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നടത്തുന്നു. ഇങ്ങനെ മിസ്സിംഗ് കേസസ് പരിശോധിക്കുന്നു. ക്യാമ്പിൽ കഴിയുന്നവരോട് സംസാരിച്ച് അവരുടെ കുടുംബങ്ങളിലുള്ളവർ ആരെങ്കിലും കണ്ടെത്താൻ സാധിക്കാത്ത പ്രശ്നമുണ്ടെങ്കിൽ അത്, ആശുപത്രിയിലുള്ള ഇതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് അവിടെ ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പരിശോധനയും നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാണാതായവരെ കണ്ടെത്തുവാനുള്ള എല്ലാ ശ്രമവും നടത്തുക എന്നുള്ളതാണ് ഇന്നും ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകും. മന്ത്രി റിയാസ്, ഒരു കാര്യം കൂടി, ഇന്ന് വളരെ മികച്ച ഒരു ആസൂത്രണം ഈ തിരച്ചിലിന് വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചെയ്തിരുന്നു. 6 മേഖലകളായി തിരിച്ച് 40 ടീം, അതിൽ ഓരോ ടീമിലും ആ പ്രദേശത്തുള്ള 3 പേർ കൂടി ഉൾപ്പെടുന്നു. അവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അത്തരത്തിലുള്ള ഒരു ആസൂത്രിത പ്രവർത്തനത്തിൻ്റെ ഫലവും നമ്മൾ കാണുകയുണ്ടായി. രാവിലെ 11:30 താങ്കൾ തന്നെ പരാമർശിച്ചതുപോലെ പടവെട്ടിക്കുന്നിൽ നിന്ന് 4 പേരെ, ഒരു കുടുംബത്തിലെ 4 പേരെ നമുക്ക് രക്ഷിക്കാനാവുന്നു. ഈ മഹാദുരന്തത്തിനിടയിൽ വരുന്ന ഈ വെളിച്ചത്തിൻ്റെ ഈ വെള്ളിരേഖ, അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം കേരളീയർക്ക്, അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒക്കെ നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. ഇപ്പോഴിതാ ഒരു മനുഷ്യജീവൻ തുടിക്കുന്നുണ്ടോ എന്ന കണ്ടെത്തലിലേക്ക് വിദഗ്ധർ എത്തിയിരിക്കുന്നു. അത് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. നാളേക്കുള്ള പ്ലാനിംഗ് ആയിട്ടുണ്ടോ? നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ പറയാവുന്ന നിലയ്ക്ക് താങ്കൾക്കൊരു ചിത്രം കയ്യിലുണ്ടോ മന്ത്രി? ഇന്ന് പരിശോധനയൊക്കെ ഉള്ള കുറയുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇരുന്നിരുന്നു. ഞങ്ങളിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇന്നലെ രാത്രി തീരുമാനിച്ച് 6 സോണാക്കി നടത്തിയ പ്രവർത്തനം അതേപോലെ തുടരാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം എന്തെങ്കിലും ചെറിയ പുതിയ ഇടപെടലുകൾ നടത്തേണ്ടെങ്കിൽ ആ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് നിശ്ചയിച്ചത്. അതിലൊന്നാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോഴുള്ള സംവിധാനം വഴി മുന്നോട്ട് പോകുന്നത് പോലെ അനാവശ്യമായ ആളുകൾ ഈ സ്ഥലത്തേക്ക് വരുന്നതിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ളതാണ് ഒന്ന്. അനാവശ്യമായി, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ആവശ്യമില്ലാതെ അവിടെ വന്ന് സമയം കളയുന്ന രീതി ഒഴിവാക്കണം. രണ്ടാമത്തെ പ്രശ്നം ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ ക്യാമ്പിലേക്ക് വരുന്നവരുടെ കാര്യത്തിലുള്ള കൃത്യമായ നിയന്ത്രണം. ക്യാമ്പിലെല്ലാ സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ക്യാമ്പിലുള്ളവരെ കുറിച്ച് അറിയണമെങ്കിൽ താഴത്തെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. 2, ക്യാമ്പിലെല്ലാം മെഡിക്കൽ പരിശോധനയ്ക്കുള്ള സംവിധാനമുണ്ട്. എല്ലാ നിലയിലും അതിനൊരു ടീം പ്രവർത്തിക്കുന്ന സ്ഥിതിയുണ്ട്. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിരിക്കും. ഒരു നോഡൽ ഓഫീസർക്ക് ഒരു ഉദ്യോഗസ്ഥന് ചുമതല കൊടുക്കുന്നു. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ വിതരണം ചെയ്യുന്നതിന് വരെ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന് ചുമതല കൊടുക്കുന്നു. ഓരോ ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കിനൊരു ചുമതല, മറ്റ് സംവിധാനങ്ങൾക്കൊരു ചുമതല. ക്ലീനിങ് എല്ലാ 2.5-3 മണിക്കൂറിനിടയിലും ക്ലീനിങ് നടക്കുന്നു. ശുചിത്വ മിഷൻ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു. ബാത്റൂം ക്ലീനിങ്ങും മുറി ക്ലീനിങ്ങും ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ നടത്തുന്ന സ്ഥിതി വരുന്നു. ഇങ്ങനെ ഓരോ പോയിൻറ്റും പരിശോധിച്ച് പോകണമെന്ന് നിശ്ചയിച്ചത് പരിശോധിച്ച് പോകുന്നത്. അതോടൊപ്പം കാണാതായവരെക്കുറിച്ച് ഉള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇടപെടുന്നു. ഇങ്ങനെ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഇന്നും തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. മന്ത്രി റിയാസ്, ഇന്ന് മുഖ്യമന്ത്രി ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട്.
അതിൽ എല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ചുകൊണ്ട് ഒത്തൊരുമയുടെ ഒരു സന്ദേശം നൽകാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ പ്രശ്നമുണ്ടായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ കേരള സർക്കാർ രക്ഷാപ്രവർത്തനത്തിനുള്ള ഏകോപിത സംവിധാനം ഒരുക്കി. മിന്നൽ വേഗത്തിൽ കരസേനയും നാവികസേനയും വ്യോമസേനയും എത്തി. ഹെലികോപ്റ്ററുകളും രക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങി. കേന്ദ്ര സർക്കാർ നന്നായി സഹായിച്ചു. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ ശ്രമത്തിൻ്റെ കൂടി ഫലമായാണ് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. രക്ഷാസംഘങ്ങളും മെഡിക്കൽ ടീമുകളും എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സുകളും റെസ്ക്യൂ ടീമുകളും ഡോഗ് സ്ക്വാഡും കോസ്റ്റ് ഗാർഡും സർവോപരി നേവിയും ആർമിയും എയർഫോഴ്സും നമ്മുടെ പോലീസും എല്ലാം ചിമ്മാതെ ജാഗ്രതയോടെയുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നൽകുന്നത് കൂട്ടായ്മയുടെ ഒരു സന്ദേശമാണ്. ഇപ്പോഴും നിർഭാഗ്യവശാൽ നമ്മുടെ പല സാമൂഹ്യ മാധ്യമങ്ങളും ഈ കൂട്ടായ്മയെ ഉല്ലംഘിക്കുന്ന, തകർക്കുന്ന, ആക്രമിക്കുന്ന പല പരാമർശങ്ങളും നിർഭാഗ്യവശാൽ പടരുന്നുണ്ട്. അതെല്ലാം ഒറ്റപ്പെട്ടതാണ്. എങ്കിൽ പോലും മുഖ്യമന്ത്രി നൽകിയ ഈ ഒരുമയുടെ സന്ദേശത്തെ തുടർന്നുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർക്കാൻ മന്ത്രിസഭാംഗം എന്ന നിലയ്ക്ക്, ഉപസമിതിയിലെ അംഗം എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണുള്ളത്? അവസാനമായി പ്രേക്ഷകരോട് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിരക്കിട്ട കൂടിക്കാഴ്ച അവസാനിപ്പിക്കാം. മന്ത്രി, അല്ല, സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണം. സർക്കാരിന് അതാണ്. അതുപോലെ ഇതിൽ ആരെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ടുള്ള രക്ഷാദൗത്യമല്ല. എല്ലാവരെയും യോജിപ്പിച്ച് സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളുമായി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഭരണകക്ഷി പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാരിനെയും അതുപോലെ സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. അതിനിടയിൽ സ്വാഭാവികമായിട്ടും നിങ്ങളീ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ചില നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ടാകാം. പക്ഷേ അതിന് വലിയ സമയം ചെലവഴിച്ച് അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ തയ്യാറാകേണ്ടതില്ല. അത് കണ്ടില്ലെന്ന് നടിച്ച് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്തെന്ന് മനസ്സിലാക്കി ഓരോ പൗരനും, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പൗരനും ആ നിലയിലുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ അതിജീവിക്കും. തീർച്ചയായും നമ്മൾ അതിജീവിക്കും. വി ഷാൽ ഓവർകം. മന്ത്രി റിയാസ്, ഈ തിരക്കിട്ട ഈ രാത്രിയിൽ ഇവിടെ ഞങ്ങളുടെ സ്ക്രീനിൽ വന്ന് പ്രേക്ഷകരോട് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള സന്മനസ് കാണിച്ചതിന് താങ്കളോട് നന്ദി പറയുന്നു.